ഈ തെരുവിലിരുന്ന് പാട്ടുപാടുന്നതാണ് കഥയിലെ നായകനായ ജെയിംസ്. അദ്ദേഹം തെരുവ് ഭിക്ഷാടകനാണ്. ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കുന്നത്. അതിനുള്ള പണം പോലും തികയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ അദ്ദേഹം കടുത്തൊരു മയക്കുമരുന്നിൻ്റെ അടിമ കൂടിയാണ്. അദ്ദേഹത്തിന് പാർക്കാൻ വീടില്ല. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പിയാനോ വായിച്ച് അദ്ദേഹം കിട്ടുന്ന എന്തെങ്കിലും ചെറിയ പണത്തിന് വേണ്ടിയാണ് അങ്ങനെ തെരുവിലിരുന്ന് പിയാനോ വായിക്കുന്നത്. അദ്ദേഹം ഏറെ മോശപ്പെട്ട ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിക്കാൻ താമസ സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കടുത്ത ലഹരിക്കടിമയുമാണ്. അങ്ങനെ അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം പോലും പല രാത്രികളിലും അദ്ദേഹം വേസ്റ്റ് ബിന്നുകളിൽ നിന്നാണ് എടുക്കുന്നത്. പല സമയത്തും വേസ്റ്റ് ബിന്നുകളിൽ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം തിരയുന്നത് സിനിമയുടെ തുടക്കത്തിലെ നമുക്ക് കാണാനാകും. അന്ന് രാത്രി വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഒന്നും ലഭിക്കാതെ വന്നതോടെ തനിക്ക് ലഭിച്ച ആ പണം ഉപയോഗിച്ച് അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറുന്നുണ്ട്. അങ്ങനെ ഹോട്ടലിലുള്ള ആളോട് ജെയിംസ് പറയുന്നു, ഇതേ എൻ്റെ അടുത്തുള്ളൂ, എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരണമെന്ന്. എന്നാൽ ഇത് പോരെന്നും കുറച്ചുകൂടി വേണമെന്നും അയാൾ പറയുന്നു. എന്നാൽ ഞാൻ ഇതിനു പകരമായി ഒരു മ്യൂസിക് പ്ലേ ചെയ്യാമെന്നും തനിക്ക് ഭക്ഷണം തരാമോ എന്ന് ചോദിക്കുന്നു. ദേഷ്യം പിടിച്ച ആ ഹോട്ടലിൻ്റെ ജോലിക്കാരൻ ആ ഭക്ഷണം എടുത്ത് വെള്ളത്തിൽ കളയുന്നു. ഇതും കണ്ട് ജെയിംസ് നിരാശയോടെ പോകുന്നു. അങ്ങനെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ജെയിംസിനെ കാത്തിരിക്കുന്നത് തൻ്റെ ഒപ്പം ഭിക്ഷാടകനും ലഹരി ഉപയോഗിക്കുന്നവനുമായ തൻ്റെ സുഹൃത്ത് ഒരു കാറിലിരിക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരാൾ അവിടെ ലോക്ക് ചെയ്യാതെ പോയതാണെന്നും അത് ഞാൻ എടുത്തു വന്നതാണെന്നും വേഗം കയറും എന്ന് പറയുന്നു. അങ്ങനെ അവർ കാറിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെ നേരം പുലർന്നപ്പോൾ കാറിൻ്റെ ഉടമ കാറിൻ്റെ അടുത്തേക്ക് വന്ന്, നിങ്ങൾ എന്തിനാണ് ഇതിൽ കയറിയിരിക്കുന്നത്? ഇത് തൻ്റെ കാറാണെന്ന് പറയുന്നു. എന്നാൽ ഒപ്പമുള്ള കൂട്ടുകാരൻ ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ബോധമില്ലാതെ കിടക്കുന്ന ജെയിംസിനെ കാണാം. രാത്രികളിൽ കടുത്ത മയക്കുമരുന്ന് സിറിഞ്ചുകൾ കുത്തിവെച്ചതിനാൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ ജെയിംസിനെ കാണാനെത്തുന്ന ഈ സ്ത്രീയുടെ പേരാണ് വാൾ. ഇവൾ ഒരു കൗൺസിലറാണ്. അതായത് എങ്ങനെയാണ് ഡ്രഗിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളതിന് കൗൺസിലിംഗ് ചെയ്യുന്നത് ഇവളാണ്. വാൾ തുടക്കത്തിൽ തന്നെ വന്ന് പറയുന്നുണ്ട്, നീ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റിച്ചെന്നില്ലേ, ഇനിയും നീ ഇത് ഉപയോഗിച്ചാൽ നീ മരിച്ചു പോകും. അതുകൊണ്ട് അവൾ ചികിത്സാ രീതിയും അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന ആഗ്രഹം ജെയിംസിനും ഉണ്ടെങ്കിലും കടുത്ത അഡിക്ഷൻ ആയതിനാൽ തന്നെ ജെയിംസിന് ഇതിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കാണാമെന്നും വാൾ പറയുന്നു. അങ്ങനെ ആശുപത്രി വിട്ട് ജെയിംസ് നേരെ എത്തിയത് വാലിൻ്റെ അടുത്താണ്. അങ്ങനെ വാൽ സംസാരിക്കുന്നുണ്ട്, നീ മെത്തഡോൺ മെഡിസിൻ കഴിക്കണം. മെത്തഡോണിൻ്റെ ഒപ്പം ഹൈറോയിൻ കോഡ് ഉപയോഗിച്ചാൽ അതിൻ്റെ മരണത്തിന് കാരണമാകും. ഒരിക്കലും ആവർത്തിക്കരുത്. നിൻ്റെ കൂടെ ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റത്തടിയാണെന്നും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു, അവർ വേർപിരിഞ്ഞെന്നും ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് ജീവിക്കുന്നതെന്നും പറയുന്നു. വീടൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ രാപ്പാർക്കുമെന്ന് ജെയിംസ് പറയുന്നു. ഇതെല്ലാം കേട്ട് കൗൺസിലറായ വാൾ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥയോട് സംസാരിക്കുന്നുണ്ട്. അവനൊരു സ്പെഷ്യൽ കേസാണ്, അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ലഹരിയിൽ നിന്ന് മുക്തമാകണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവൻ ഇടയ്ക്കിടെ എൻ്റെ അടുത്ത് വരുന്നത്. നിങ്ങൾ കൈയൊഴരുത്. പക്ഷേ അവർ എന്തൊക്കെ പറഞ്ഞിട്ടും കൺവിൻസ് ആകുന്നില്ല. അങ്ങനെ വാൽ ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം നമ്മുടെ ജെയിംസിന് ഒരു ചെറിയ വീട് ലഭിക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് ജെയിംസ് പോകുന്നു. വാൽ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് വീടെല്ലാം? അതിശയത്തോടെ അന്തം വിട്ടുകൊണ്ട് വാവ് എന്നാണ് ജെയിംസ് പറയുന്നത്. അവിടെയുള്ള മേശപ്പുറത്തെല്ലാം കാൽ നീട്ടി വെച്ചുകൊണ്ട് ജെയിംസ് ഒരു ഇരുത്തമിരിക്കുന്നുണ്ട്, എല്ലാം നേടിയതുപോലെ. പിന്നെ അവിടെയുള്ള പൈപ്പിൽ നിന്ന് ചുടുവെള്ളം വരുന്നത് കണ്ടും അദ്ദേഹം അതിശയിക്കുന്നുണ്ട്. ഒരുപാട് നാളായി ചുടുവെള്ളത്തിൽ കുളിച്ചിട്ട് എന്നൊക്കെ ജെയിംസ് പറയുന്നു. അങ്ങനെ നമ്മുടെ വാലിന് നന്ദി പറയുകയാണ് ജെയിംസ്. അടുത്ത ക്ലാസ്സിലെല്ലാം പങ്കെടുക്കണമെന്നും ഇനി പിന്നെ കാണാമെന്നും വാൽ പറയുന്നു. അങ്ങനെ പുതിയ വീട്ടിൽ ജെയിംസ് കുളിച്ചുകൊണ്ടിരിക്കുന്നതിടെ എന്തോ പാത്രം വീഴുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നു. അങ്ങനെ ആരാണ് അവിടെ എന്ന് പറഞ്ഞ് ജെയിംസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെരുപ്പെല്ലാം എടുത്ത്, എൻ്റെ കയ്യിൽ ആയുധമുണ്ട്, വേഗം ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് റൂമുകളെല്ലാം പതിയെ പതിയെ തപ്പുന്നു. എല്ലാ റൂമുകളിലും തിരയുന്നു, പക്ഷേ ആരെയും കാണുന്നില്ല. ഒടുവിൽ ഒരു പൂച്ചയെ കാണുന്നു. നീ ആയിരുന്നോ എന്നെ പേടിപ്പിക്കാനായിട്ട് എന്ന് പറയുന്നു. അങ്ങനെ ജെയിംസ് പൂച്ചയോട് ഒരുപാട് സംസാരിക്കുന്നത് കാണാം. ഇന്ന് നീ എതിലൂടെയാണ് കയറി വന്നത്? ഇന്ന് വാ, ഇതിലൂടെ തന്നെ നിനക്ക് പോകാമെന്ന് പറഞ്ഞ് ജെയിംസ് ജനവാതിൽ തുറക്കുന്നു. പക്ഷേ പൂച്ച പോകുന്നില്ല. അതുകൊണ്ട് ജെയിംസ് പൂച്ചയോട് പറയുന്നു, നിനക്ക് ഒരു ദിവസം കൂടി എൻ്റെ അടുത്ത് നിൽക്കാം, അതിനുശേഷം നിൻ്റെ യഥാർത്ഥ ഉടമയുടെ അടുത്ത് നിന്നെ ഞാൻ കൊണ്ടാക്കും.
നീയും വിശന്നിരിക്കുകയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജെയിംസ് പൂച്ചക്ക് പാലും പിന്നെ കൊക്കോസും കൊടുക്കുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ ജെയിംസ് പൂച്ചക്ക് പാട്ടൊക്കെ പാടി കൊടുക്കുന്നു. എന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ പൂച്ചയും ജെയിംസിൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കുന്നു. അതിരാവിലെ തന്നെ പൂച്ചയെയും കൊണ്ട് അവിടെയുള്ള വീടുകളിലെല്ലാം നമ്മുടെ ജെയിംസ് പോകുന്നു. എന്നിട്ട് വിളിച്ചു പറയുന്നു, ഒരു പൂച്ചയുണ്ട്, നിങ്ങളുടേത് ആരുടെയെങ്കിലുമാണോ? വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞ് എല്ലാ വീടിലൂടെയും മുന്നിലൂടെയും ജെയിംസ് കടന്നു പോകുന്നു. ആരുടെ പക്കൽ നിന്നും ഒരു മറുപടിയും ഇല്ലാത്തതിനാൽ തന്നെ ജെയിംസ് പൂച്ചയെ അവിടെ വെച്ച് പോകുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി മെത്തഡോൺ വാങ്ങുന്ന ജെയിംസിനെ കാണാം. അങ്ങനെ അന്ന് സ്ട്രീറ്റിൽ പാട്ട് പാടുന്നതിനിടെ തൻ്റെ പിതാവിനെ കാണുന്ന ജെയിംസ്, ഞാൻ പഴയതുപോലെയല്ലെന്നും പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ജെയിംസ് പറയുന്നുണ്ട്. ഞാൻ വീട്ടിലോട്ട് ഈ വരുന്ന ക്രിസ്മസിന് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ന്യൂ ഇയറിന് ആലോചിക്കാമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് അവന് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള ഒരു ചെറിയ പണവും പിതാവ് അവന് കൈമാറുന്നു. അത് ഏറെ സന്തോഷത്തോടെ ജെയിംസ് വാങ്ങുന്നു. കാരണം ഇന്ന് സ്ട്രീറ്റിൽ പോയിട്ട് ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു ജെയിംസിന്. അങ്ങനെ ജെയിംസ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ആ പൂച്ചയെ അവിടെ കാണുന്നു. മുറിവേറ്റ് കിടക്കുന്ന പൂച്ചയെ കാണുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പൂച്ചയോട് ജെയിംസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പൂച്ചയെയും എടുത്ത് അവൻ ആരുടേതാണെന്ന് അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ അടുത്തുള്ള ഒരു സ്ത്രീയെ കാണുന്നു. അവളുടെ പേര് ബെറ്റി എന്നാണ്. പെട്ടെന്ന് തന്നെ അവൾ വന്ന് പൂച്ചയെ എടുക്കുന്നു. നീ എന്താണ് ഇതിനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞാനൊന്നും ചെയ്തതല്ലെന്നും ഇതിനെ എനിക്ക് ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയതാണെന്നും ജെയിംസ് ബെറ്റിയോട് പറയുന്നു. അങ്ങനെ വേഗം വീട്ടിലോട്ട് കയറിക്കൊണ്ട് അവൾ പരിശോധിക്കുന്നു. ഇതിന് ബാക്ടീരിയ വരാൻ സാധ്യതയുണ്ടെന്നും പെട്ടെന്ന് തന്നെ മൃഗാശുപത്രിയിൽ കാണിക്കണമെന്നും ബെറ്റി ജെയിംസിനോട് പറയുന്നു. അതിനൊരുപാട് ചിലവേറില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന മൃഗാശുപത്രിയിൽ പോയാൽ മതിയെന്നും അത് ചാരിറ്റി ആണെന്നും അവൾ പറയുന്നു. ബെറ്റി പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതിയെന്നും ജെയിംസിനോട് ബെറ്റി പറയുന്നു. അങ്ങനെ അവൾ പറയുന്നു, നീ ബോബിനെയും കൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് പറയുന്നു. അപ്പോൾ ജെയിംസ് ചോദിക്കുന്നു, ബോബോ അതാരാണെന്ന്? എനിക്ക് ആ പൂച്ചയെ കണ്ടിട്ട് പൂച്ച എന്നോട് തൻ്റെ പേര് ബോബാണെന്ന് പറഞ്ഞു എന്നും ബെറ്റി ജെയിംസിനോട് പറയുന്നു. അങ്ങനെ പിന്നെ ജെയിംസും ആ പൂച്ചയെ ബോബ് എന്നാണ് വിളിക്കുന്നത്. ബോബ്, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ജെയിംസ് ബോബിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് നടക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ടോക്കൺ എടുക്കുന്നു. ഒരുപാട് നേരമാകുമെന്നും ഇവിടെ കാത്തിരുന്നോളൂ എന്നും അവിടെയുള്ള സിസ്റ്റർ പറയുന്നു. അങ്ങനെ ബോബിനെയും കൊണ്ട് ഒരുപാട് നേരം നമ്മുടെ ജെയിംസ് കാത്തിരിക്കുന്നു. ഒരുപാട് നേരം കാത്തുനിന്ന ജെയിംസ് പറയുന്നു ബോബിനോട്, ഇനി നമുക്ക് നാളെ വരാം, ഇന്ന് നമ്മൾ പോയില്ലെങ്കിൽ ഇന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം പോലും എനിക്ക് ലഭിക്കില്ല, എനിക്ക് പോയി പാട്ട് പാടണം. അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അടുത്ത നമ്പർ നിങ്ങളുടേതാണ്, പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചോളൂ. അവൾ അച്ചടക്കത്തിൽ നിന്നെന്നും നല്ല പൂച്ചയാണെന്നും ആ സിസ്റ്റർ പറയുന്നു. നിങ്ങൾ പോകുമ്പോൾ അവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചോളൂ എന്നും പറയുന്നു. അങ്ങനെ മരുന്ന് വാങ്ങിക്കാൻ ചെന്ന ജെയിംസിനോട് അവിടെയുള്ള സിസ്റ്റർ പറയുന്നു, മരുന്നിന് പണം വേണമെന്ന്. അങ്ങനെ തന്നിലുള്ള ചില്ലറകളെല്ലാം നുള്ളിപ്പുറുക്കിക്കൊണ്ട് ജെയിംസ് ഇത് മതിയോ എന്ന് ചോദിക്കുന്നു. ഇതുകൊണ്ട് തികയില്ല എന്ന് പറയുന്നു. അങ്ങനെ തനിക്കൊരാഴ്ചത്തേക്ക് ഭക്ഷണം ലഭിക്കാൻ തൻ്റെ അച്ഛൻ നൽകിയ പണം അവിടെ നൽകിക്കൊണ്ട് ജെയിംസ് പറയുന്നു, ഇത് തനിക്ക് ഒരാഴ്ച ഭക്ഷണം കഴിക്കാനുള്ള പണമാണ്, ഇത് വേണോ എന്ന്. നിനക്ക് വേണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്ന് ആ സിസ്റ്റർ പറയുന്നു. അങ്ങനെ അവൻ ആ പണവും നൽകി അവൻ പൂച്ചയെയും കൊണ്ട് ബോബിനെയും കൊണ്ട് പോകുന്നു. വീട്ടിലെത്തിയ ജെയിംസ് ബോബിന് ആ ഗുളിക കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബോബ് കൂട്ടാക്കുന്നില്ല. അങ്ങനെ അപ്പുറത്തുള്ള നേരത്തെ കണ്ട ബെറ്റിയുടെ അടുത്തേക്ക് കാറ്റിനെയും കൊണ്ടുപോകുന്നു. അങ്ങനെ അവൾ ഗുളിക കൊടുക്കുന്നു. ഇതിനുശേഷം ജെയിംസിനെ കുറിച്ച് അവൾ ചോദിച്ചറിയുന്നു. ഇതിനിടെ ബെറ്റി ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ബെറ്റി പറയുന്നുണ്ട് അത് അലർജിക്കുള്ള ഗുളികയാണെന്ന്. താൻ 100% ലഹരി വിരുദ്ധയാണെന്നും അതിനോട് തനിക്ക് താല്പര്യമില്ലെന്നും എനിക്ക് അങ്ങനെയുള്ളവരെ കാണുന്നതേ ഇഷ്ടമല്ലെന്നും ബെറ്റി ജെയിംസിനോട് പറയുന്നുണ്ട്. അങ്ങനെ ജെയിംസ് പറയുന്നു, ഞാനൊരു മ്യൂസിഷ്യനാണ്, ഞാനിപ്പോൾ ഇവിടെ എന്തിനെ എത്തിയെന്ന് എനിക്കറിയില്ല, ഏതായാലും നല്ലതിനാണെന്ന് ജെയിംസ് ബെറ്റിയോട് പറയുന്നു. ജെയിംസ് ലഹരി ഉപയോഗിക്കുന്ന കാര്യമൊന്നും ബെറ്റിക്ക് അറിയില്ല, അത് ജെയിംസ് ഇപ്പോൾ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ അതിനുശേഷം നമ്മുടെ ജെയിംസ് ആകട്ടെ വാലിനെ കാണാൻ പോവുകയാണ്. നീ എന്തിനാണ് കഴിഞ്ഞ ക്ലാസ് മിസ്സാക്കിയത്? നീ ഇങ്ങനെ മിസ്സാക്കിയാൽ ഇതൊന്നും നടക്കില്ലെന്നും. അപ്പോൾ അവൻ പറയുന്നു, ഞാനൊരു പുതിയ പെണ്ണിനെ കണ്ടെന്നും ബെറ്റിയാണ് പേരെന്നും പിന്നെ ഞാൻ ബോബിന് സുഖമില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് മിസ്സാക്കിയതുമെന്നുമെല്ലാം പറയുകയാണ്. അപ്പോൾ വാൽ ചോദിക്കുകയാണ്, ആരാണ് ബോബെന്ന്? അത് തനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു പൂച്ചയാണെന്നും അവൻ മറുപടി പറയുന്നു. താൻ കണ്ടതിനേക്കാൾ ഒരുപാട് ഇപ്പോൾ മികച്ചതായിരിക്കുന്നു, ഇപ്പോൾ ലഹരി ഉപയോഗിക്കാതെ ആ മരുന്ന് കഴിച്ച് മുന്നോട്ട് പോവുക, വാൽ അവനോട് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ഏറെ സന്തോഷത്തോടെ നിൽക്കുന്ന ജെയിംസിനെ കാണാം.
അടുത്ത ദിവസം അതിരാവിലെ തന്നെ ജെയിംസ് തൻ്റെ പരിപാടിക്ക് ഇറങ്ങുകയാണ്. അതായത് സ്ട്രീറ്റിൽ മ്യൂസിക് പാടാൻ വേണ്ടി ഇറങ്ങുന്നു. എന്നാൽ ജെയിംസിന് പിന്നാലെ തന്നെ നമ്മുടെ ബോബും ജെയിംസിനെ പിന്തുടരുന്നു. എന്നിട്ട് ജെയിംസ് അവിടെ നിന്നുകൊണ്ട് പറയുന്നു, എനിക്ക് പണിയുണ്ട്, ഞാൻ പോവുകയാണ്, നീ വേഗം വീട്ടിലോട്ട് തിരിച്ചോ എന്ന്. പക്ഷേ അതൊന്നും നമ്മുടെ ബോബ് കേൾക്കുന്നില്ല. ജെയിംസ് ബോബിനോട് സംസാരിക്കുമ്പോൾ അടുത്തുള്ള ആളുകളെല്ലാം ചിരിക്കുന്നുണ്ട്, കൗതുകത്തോടെയുള്ള ചിരി. കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള പൂച്ചയാണ് നമ്മുടെ ബോബ്. അങ്ങനെ ബോബിനെ തനിച്ചാക്കി നമ്മുടെ ജെയിംസ് ബസ്സിൽ കയറുന്നു. പക്ഷേ ബോബ് വിട്ടില്ല. ബോബും ആ ബസ്സിലേക്ക് ഓടിക്കയറി ജെയിംസിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ബോബിനെയും കൂട്ടി ജെയിംസ് ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ബോബിലേക്കും ജെയിംസിലേക്കും മാത്രമാണ്. പല ആളുകളും വന്ന് സെൽഫി എടുക്കുന്നു. ജെയിംസൺ അന്തം വിട്ടു നിന്ന നിമിഷമായിരുന്നത്. സാധാരണ താൻ പാട്ട് പാടുമ്പോൾ ആരും തിരിഞ്ഞുപോലും നോക്കാറില്ല. എന്നാൽ ഇന്ന് ഗിറ്റാറുമായി പാട്ട് പാടുമ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നു. കാരണം നമ്മുടെ ബോബ് തന്നെയാണ്. എല്ലാവരും ബോബിനെ കാണാനാണ് അവിടെ ഓടിയെത്തിയിരിക്കുന്നത്. എന്നിട്ട് അവൻ്റെ പാട്ടുകളും ബോബിനെയും കണ്ട് എല്ലാവരും ആസ്വദിക്കുന്നു. സാധാരണ ദിവസത്തിൽ നിന്ന് മാറി തൻ്റെ മുന്നിലുള്ള ആ വസ്ത്രത്തിൽ നിറയെ പണം വരാൻ തുടങ്ങി. സാധാരണ ചില്ലറ പണങ്ങളാണ് വരുന്നതെങ്കിൽ ഇത്തവണ നോട്ടുകൾ തന്നെ ആളുകൾ അതിലേക്ക് ഇടുന്നു. കാരണം ബോബും പിന്നെ ജെയിംസിൻ്റെ ആ മ്യൂസിക്കും ഒന്നിച്ചതാണ്. ഇത് കണ്ട് ഏറെ സന്തോഷത്തോടെ നിൽക്കുന്ന ജെയിംസിനെ കാണാം. മ്യൂസിക് അവസാനിച്ചതിന് ശേഷം ബോബിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ജെയിംസ് പറയുന്നുണ്ട്, അടിക്ക് മുത്തേ, നോക്ക് ഇന്ന് ഇത്രയും പണം നമ്മൾ സമ്പാദിച്ചു, ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാമെന്ന് ഏറെ സന്തോഷത്തോടെ ജെയിംസ് ബോബിനെയും നോക്കി പറയുന്നുണ്ട്. ഇതിനിടെ ജെയിംസിൻ്റെ അടുത്ത് ഒരു വൃദ്ധയായ സ്ത്രീ എത്തുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നു, എനിക്കുമുണ്ടായിരുന്നു ഇങ്ങനെയൊരു ജിഞ്ചർ ടോം. ഇവരുടെ പ്രത്യേകത, ഇവർ അവരുടെ അവസാന ശ്വാസം വരെ നമ്മുടെ കൂടെ നിൽക്കും. മനുഷ്യരെക്കാളും എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള ജീവികളെന്ന് ആ സ്ത്രീ നമ്മുടെ ജെയിംസിനോട് പറയുന്നു. ഇത് കേട്ട് ഏറെ സന്തോഷത്തോടെ നിൽക്കുന്ന ജെയിംസിനെ കാണാം. എന്നാൽ ഇതെല്ലാം കണ്ട് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും നിൽക്കുന്ന ജെയിംസിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഇദ്ദേഹം ജെയിംസിനൊപ്പം ഒരുപാട് രാത്രികളിൽ ലഹരി ഉപയോഗിച്ച് ചങ്ങാതിമാരായി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ പൂച്ച കാരണം ജെയിംസ് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട് സഹിക്കാനാകാതെ നിൽക്കുന്ന ആ കൂട്ടുകാരനെ കാണാം. അങ്ങനെ രാത്രി ബോബും നമ്മുടെ ജെയിംസും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കുന്നത് കാണാം. അങ്ങനെ ഒരു ദിവസം മ്യൂസിക്കിന് പോകുന്നതിനിടെ ആ പഴയ സുഹൃത്തിനെ കാണുന്നു. നമുക്കൊന്നുകൂടി ബന്ധം പുതുക്കാമെന്നും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നും അവൻ പറയുന്നു. വേണ്ട, ആ ബന്ധമൊക്കെ ഞാൻ നിർത്തിയെന്ന് നമ്മുടെ ജെയിംസ് പറയുകയാണ്. നിനക്ക് വേണ്ടത് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള ക്യാഷല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നു. അങ്ങനെ ജെയിംസ് പോക്കറ്റിൽ നിന്ന് കുറച്ച് പണമെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. നമ്മുടെ ബോബിനെയും കൊണ്ട് വീണ്ടും ജെയിംസ് തെരുവുകളിൽ പാട്ടുപാടാൻ തുടങ്ങുന്നു. ഒരുപാട് തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ തന്നെ കാണാം. ഇത്തവണ നമ്മുടെ ബോബിന് ഒരുപാട് പേർ സമ്മാനവുമായി എല്ലാം എത്തിയിരുന്നു. കാരണം വരാനിരിക്കുന്നത് ക്രിസ്മസ് ആണ്. ആ ജനസാഗരത്തിൽ നിന്ന് കരുതിയതുപോലെയല്ല, അത്യാവശ്യം കുറച്ച് പണം തന്നെ സമ്പാദിക്കാൻ നമ്മുടെ ജെയിംസിന് സാധിക്കുകയാണ്. കാരണം ബോബ് തന്നെയാണ്. ബോബുമായുള്ള മ്യൂസിക്കുകളിൽ ജനസാഗരം തിങ്ങി നിറയുന്ന സ്ട്രീറ്റിനെ കാണാം. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ജെയിംസ് ആകട്ടെ ബെറ്റിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതെല്ലാം കണ്ട് അവൾ ഒരു സസ്യബുക്കായതിനാൽ തന്നെ അവന് നിലവിൽ സസ്യബുക്കുകൾ വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തമാശകൾ പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് അല്പം നമ്മുടെ ബോബിന് കൊടുക്കുമ്പോൾ ബോബ് വേണ്ടെന്ന മട്ടിലാണ് പോകുന്നത്. ഇതും പറഞ്ഞ് ജെയിംസ് ബെറ്റിയെ കളിയാക്കി ചിരിക്കുന്നതെല്ലാം കാണാം. പഴയതുപോലെയല്ല, അത്യാവശ്യം കുറച്ച് പണമായതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മുടെ ബോബിനെയും കൂട്ടി തനിക്ക് വേണ്ടതെല്ലാം എടുത്തോ എന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. അങ്ങനെ ബോബിന് ആവശ്യമുള്ളതെല്ലാം എടുത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങും. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവൻ്റെ സുഹൃത്തായ ബാസിനെ കാണുന്നു. ബാസ് നിലത്ത് വീണ് കിടക്കുകയാണ് ബോധരഹിതനായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ ബാസ് എഴുന്നേൽക്കുന്നില്ല. അദ്ദേഹം അതിൻ്റെ അടുത്ത് മയക്കുമരുന്ന് കുത്തിവെച്ച സിറിഞ്ചും കാണാം. അങ്ങനെ അവൻ നിലവിളിക്കുകയാണ്, പെട്ടെന്ന് ആംബുലൻസ് വിളിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഇതിനിടെ നമ്മുടെ ജെയിംസിൻ്റെ ബെറ്റി വന്നുകൊണ്ട് അതിന് CPR എല്ലാം നൽകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കണ്ട് കരയുന്ന ബെറ്റിയെ കാണാം. ബെറ്റി പറയുന്നു, അഡിക്റ്റ് ആയവരെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ സഹോദരനുണ്ടായിരുന്നു, എന്നെ അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തു പറയാനാണ്, അവൻ 28-ാം വയസ്സിൽ തന്നെ ലഹരി ഉപയോഗിച്ച് ബാത്റൂമിൽ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഈ പെയിൻറ്റുകളെല്ലാം എനിക്ക് അവൻ വരച്ചു തന്നതാണ്. അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നതെന്ന് അവൾ
ജെയിംസിനോട് പറയുന്നു. മയക്കുമരുന്ന് അകറ്റി നിർത്താൻ നിലവിൽ നമ്മുടെ ജെയിംസ് മെത്തഡോൺ ആണ് കഴിക്കുന്നത്. അങ്ങനെ മെത്തഡോൺ എല്ലാം നിർത്തി എനിക്ക് പൂർണ്ണമായി ഒരു ക്ലീൻ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് വാലിൻ്റെ അടുത്ത് നമ്മുടെ ജെയിംസ് എത്തുകയാണ്. അപ്പോൾ വാൽ പറയുകയാണ്, ഇത് കുറച്ച് നീണ്ട പ്രൊസീജിയറാണ്, പെട്ടെന്ന് നിർത്താൻ സാധിക്കില്ല, അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം. അപ്പോൾ ജെയിംസ് പറയുന്നു, ഇപ്പോൾ ഞാൻ മെത്തഡോൺ 9 ഡോസാക്കി കുറച്ചിട്ടുണ്ട്, എനിക്കിത് സാധിക്കും. എൻ്റെ സുഹൃത്തുണ്ടല്ലോ ബാസ്, അവൻ ഓവർഡോസ് കാരണമാണ് മരിച്ചത്. ഇതെല്ലാം പറഞ്ഞതോടുകൂടി തന്നെ വാൽ പറയുന്നു, അവധിക്കാലത്തിന് ശേഷം നമുക്ക് ഉറപ്പായും അങ്ങനെ ചെയ്യാമെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് അവൻ ക്രിസ്മസ് ആഘോഷത്തിനായി നമ്മുടെ ബെറ്റിയുടെ വീട്ടിലാണ് കഴിയുന്നത്. അവിടെ അവർ ആഘോഷത്തോടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുകയാണ്. ഇതിടെ അവർ പാട്ട് പാടുന്നുണ്ട്, തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബെറ്റിക്കും പിന്നെ ജെയിംസിനും കുറച്ച് അല്പം സ്നേഹമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അവർ പരസ്പരം ഏറെ ബഹുമാനത്തോടെ സംസാരിക്കുന്നു. ബെറ്റിയും ജെയിംസും അവരുടെ ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കുക തന്നെ ചെയ്യുന്നു. അവർ ഇരുവരും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒപ്പോൾ നമ്മുടെ ബോബുമുണ്ട് കൂടെ എല്ലാത്തിനും. അങ്ങനെ ക്രിസ്മസ് ആഘോഷമെല്ലാം കഴിഞ്ഞ് ബോബ് തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എല്ലാം റെഡിയായി നല്ല നിലക്ക് പോകുമെന്ന് കരുതിയാണ് ജെയിംസ് അവിടെ എത്തിയത്. എന്നാൽ വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല. അതുമാത്രമല്ല, ബോബ് അവിടെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് അച്ഛൻ്റെ 2ാം ഭാര്യ ജെയിംസിനെയും ബോബിനെയും എല്ലാം ചീത്ത വിളിക്കുന്നുമുണ്ട്. ഏറെ സങ്കടത്തോടെ ജെയിംസ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം സ്ട്രീറ്റിൽ വീണ്ടും പാട്ട് പാടുന്ന ജെയിംസിനെ കാണാം. എല്ലാവരും മനോഹരമായി തന്നെ ജെയിംസിൻ്റെ മ്യൂസിക് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പണവും ആളുകൾ നൽകുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഒരാൾ പുറത്തുനിന്ന് വന്ന് ഒരു നായയുമായി വരുന്നത്. ആ നായ അവിടെ പണം വെച്ചിരുന്ന അവൻ്റെ ഡ്രസ്സിലേക്ക് മൂത്രമൊഴിക്കുന്നുണ്ട്. ഇത് കണ്ട ആളുകളെല്ലാം അത് പ്രശ്നമാക്കുന്നു. അങ്ങനെ ആ വന്നയാളും അവിടെയുള്ള ആളുകളും തമ്മിലുള്ള പ്രശ്നം വലുതാകുന്നു. പോലീസ് വരുന്നു, നമ്മുടെ ജെയിംസിനെയും അയാളെയും കൂടെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കൗൺസിലറായ വാല് ജെയിംസിനെ പുറത്തിറക്കുന്നുണ്ട്. നീ എന്താണ് വീണ്ടും ഡ്രഗ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു. അത് ഞാനല്ല, ഒരാൾ പുറത്തുനിന്ന് വന്ന് ചെയ്തതാണെന്നും അങ്ങനെ നാട്ടുകാർ തമ്മിൽ അടിയായതാണെന്നും അങ്ങനെ എന്നെയും അറസ്റ്റിലാക്കിയെന്ന് നമ്മുടെ ജെയിംസ് പറയുന്നുണ്ട്. നീ അറസ്റ്റിലായത് കൊണ്ട് തന്നെ നിന്റെ മരുന്നായ മെത്തഡോൺ നിനക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ വീണ്ടും ഡ്രഗ് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ തൊട്ടടുത്ത് വരെ എത്തിയതാണ് ഇത് ഉപേക്ഷിക്കാനുള്ള. ഇത് ഇനി കൂടുതൽ ടാസ്ക് ആയിരിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം പിടിക്കുന്ന ജെയിംസിനെ കാണാം. പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടിക്കയറി മെത്തഡോൺ കഴിക്കുന്ന ജെയിംസിനെ കാണാം. എന്നാൽ അപ്പോൾ അവിടെ ബെറ്റി ഉണ്ടായിരുന്നു. ബെറ്റി ഇത് കാണുന്നു. ഉടനെ തന്നെ ദേഷ്യം പിടിച്ച് ബെറ്റി ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നത് കാണാം. പിന്നാലെ തന്നെ നമ്മുടെ ജെയിംസും ഇറങ്ങുന്നു. ജെയിംസ് പറയുന്നു, ക്ഷമിക്ക്, ഇതല്ല എന്ന്. അപ്പോൾ അവൾ പറയുന്നു, ഇത് ഞാൻ കണ്ടതല്ലേ, നീ എന്നോട് ഇത്രയും കാലം കള്ളം പറയുകയായിരുന്നു എന്ന് പറയുന്നു. നീ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണല്ലേ, നിന്നെയാണോ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചതെന്ന് ബെറ്റി ഉറക്കെ ദേഷ്യത്തിൽ പറയുന്നു. അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളോട് ഞാൻ അടുക്കില്ല, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നാശമായിരിക്കും, എൻ്റെ അടുത്ത് നിന്ന് പോയെന്ന് ബെറ്റി പറയുന്നു. എന്നാൽ കാല് പിടിച്ചപേക്ഷിക്കുന്ന ജെയിംസിനെ അങ്ങനെ അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ജെയിംസിൻ്റെ ഈ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ബോബിനെയും നമുക്ക് കാണാനാകും. ഈ പ്രശ്നം ഉണ്ടായതിനാൽ തന്നെ ബോബിന് ഇനി 6 മാസത്തേക്ക് സ്ട്രീറ്റിൽ പാട്ട് പാടാൻ പറ്റില്ലെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരുമാനത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കണം. അതിനായി അദ്ദേഹം ദ ബിഗ് ഇഷ്യൂ എന്ന സ്ഥാപനത്തിലെത്തുന്നു. അവിടെ ഈ പാവപ്പെട്ട വീടില്ലാത്ത ആളുകൾക്കെല്ലാം മാഗസിൻ വിറ്റ് പണമാക്കാവുന്നതാണ്. അങ്ങനെ അവിടെയുള്ള മാഗസിൻ വിൽക്കാനാണ് നമ്മുടെ ജെയിംസ് തയ്യാറാകുന്നത്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ജെയിംസ് മാഗസിൻ വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നു. അവിടെയും ബോബുള്ള കാരണത്താൽ തന്നെ വളരെ പോസിറ്റീവായി തന്നെയാണ് ആളുകൾ ജെയിംസിനെ സമീപിച്ചത്. ആളുകൾ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജെയിംസ് പറയും, അങ്ങനെയെങ്കിൽ നിങ്ങളൊരു മാഗസിൻ വാങ്ങണം. അങ്ങനെ ആളുകൾ ഇഷ്ടം പോലെ മാഗസിൻ നമ്മുടെ ജെയിംസിൽ നിന്ന് വാങ്ങിക്കൂട്ടി. ജെയിംസിനാണെങ്കിൽ നിറയെ പണവും വരുന്നുണ്ട്. അതിനിടെ ഒരു എഴുത്തുകാരൻ വരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്നും നിങ്ങളെക്കുറിച്ച് എഴുതാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഇത് വളരെ ഇഷ്ടത്തോടെ കൂടി തന്നെ ജെയിംസ് ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഒരു ഫോട്ടോയും എടുക്കുന്നു, ജെയിംസിൻ്റെയും ബോബിൻ്റെയും. അങ്ങനെ ബോബും ജെയിംസും ക്യാമറക്ക് പേസ്റ്റ് ചെയ്യുന്നത് കാണാം. എന്നാൽ ബോബുള്ള കാരണത്താൽ തന്നെ എല്ലാവരും ജെയിംസിൽ നിന്നാണ് ബുക്കുകൾ വാങ്ങുന്നത്. മറ്റുള്ള ബിഗ് ഇഷ്യൂ വിൽക്കുന്നവരും മറ്റുള്ളവരുമെല്ലാം ബോബിനെയും ജെയിംസിനെയും ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. കാരണം അവരുടെ മാഗസിനുകളൊന്നും ആരും വാങ്ങുന്നില്ല.
എല്ലാവരും വാങ്ങുന്നത് ബോബിൻ്റെ അടുത്ത് നിന്നാണ്. അങ്ങനെ മറ്റൊരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും വരുന്നു. എന്നിട്ട് ബോബിൻ്റെയും ജെയിംസിൻ്റെയും കൂടെ നിന്ന് ആ ഭാര്യ ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ജെയിംസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു മാഗസിൻ വാങ്ങുന്നു. അപ്പോൾ ജെയിംസ് പറയുന്നുണ്ട്, ഇത് എൻ്റെ സ്ഥലമല്ല, എനിക്ക് തരാൻ കഴിയില്ലെന്ന്. പക്ഷേ അവർ ജെയിംസിനോട് നിർബന്ധിച്ച് ജെയിംസിൻ്റെ അടുത്ത് നിന്ന് ഒരു മാഗസിൻ വാങ്ങുന്നു. പക്ഷേ ഇത് വലിയ പ്രശ്നമാകുന്നു. ദ ബിഗ് ഇഷ്യൂ എന്ന സ്ഥാപനം ജെയിംസിനോട് ഒരാഴ്ചക്ക് സസ്പെൻഷൻ നേരിടാൻ പറയുന്നു. കാരണം നീ മറ്റുള്ളവരുടെ റൂട്ടിലാണ് നിൻ്റെ മാഗസിൻ വിറ്റത്, ഇത് ശിക്ഷാർഹമാണ്. അപ്പം ജെയിംസ് പറയുകയാണ്, അത് ഞാൻ വിറ്റതല്ല, അവർ നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോയതാണെന്ന്. എങ്കിലും ഇപ്പോൾ ജെയിംസിന് പണിയില്ല. കാരണം ഉണ്ടായിരുന്ന മാഗസിൻ വിൽക്കലായിരുന്നു. അതും ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് പോയി കിട്ടിയിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ദേഷ്യമെല്ലാം മാറിക്കൊണ്ട് പതിയെ ബെറ്റിയോട് ഈ കാര്യങ്ങളെല്ലാം ജെയിംസ് പറയുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ജെയിംസിൻ്റെ അടുത്ത് ആകെ കുറഞ്ഞ പണം മാത്രമേ ഉള്ളൂ. കാരണം ഇനി ഒരാഴ്ചത്തോളം കാലം ഈ പണം കൊണ്ട് ചിലവഴിക്കണം. കഴിഞ്ഞ 2 ദിവസം ജോലിക്ക് പോയപ്പോൾ കിട്ടിയ പണമാണുള്ളത്. ഇതുകൊണ്ട് ഒരാഴ്ച ബോബിനും തനിക്കുമുള്ള ഭക്ഷണം ലഭിക്കണം. അതിനുവേണ്ടി പതിയെ സൂക്ഷിച്ച് ചിലവാക്കുന്ന ജെയിംസിനെ അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം അവസാനിക്കുന്നു. അങ്ങനെ ബോബും ജെയിംസും ഇപ്പോൾ പട്ടിണിയിലാണ്. ജെയിംസ് ബോബിനോട് പറയുന്നുണ്ട്, തനിക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലെന്ന്. അങ്ങനെ ബോബാണെങ്കിൽ കരയുന്നുമുണ്ട്. ബോബിനോട് മിണ്ടാതിരിക്കൂ, ഒന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും ജെയിംസ് പറയുന്നു. കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ബോബിനെയും പിടിച്ച് ബോബിനെ വിശക്കുന്നുണ്ടാകുമെന്ന് ആലോചിച്ച് കരയുന്ന ജെയിംസിനെ കാണാം. സസ്പെൻഷനെല്ലാം അവസാനിച്ച് വീണ്ടും ബിഗ് ഇഷ്യൂവിൽ മാഗസിൻ വിൽക്കാൻ നമ്മുടെ ജെയിംസ് ജോലിക്ക് കയറുന്നു. അങ്ങനെ വീണ്ടും ബോബിനെയും കൊണ്ട് ആദ്യ ദിവസം തന്നെ മികച്ച രീതിയിൽ മാഗസിനുകളെല്ലാം വിറ്റ് നമ്മുടെ ജെയിംസ് പണമുണ്ടാക്കുന്നുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും ഇത് തുടർന്നു. പക്ഷേ ഒരു ദിവസം മാഗസിൻ വിൽക്കുന്നതിനിടെ ബോബ് ജെയിംസിൽ നിന്ന് ചാടിപ്പോകുന്നു. പിന്നാലെ ജെയിംസ് ബോബിൻ്റെ പിന്നാലെ ഒരു നായയും പിന്തുടരുന്നു. നായയെ കണ്ട് ഭയന്നാണ് നമ്മുടെ ബോബ് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ബോബ് അതിവേഗം മുന്നോട്ട് കുതിക്കുന്നു. ബോബിൻ്റെ പിന്നാലെ ഒരു നായയുമുണ്ട്. ജെയിംസും ബോബിൻ്റെ പിന്നാലെ ഓടുന്നു. പക്ഷേ കൂടുതൽ സമയത്തിനു ശേഷം ബോബിനെ കാണാതായിരിക്കുന്നു. ജെയിംസ് എല്ലായിടത്തും തിരയുന്നുണ്ട്. ബോബ് പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം തിരഞ്ഞതിനു ശേഷവും ബോബിനെ കാണുന്നില്ല. ഏറെ സങ്കടത്തോടെയാണ് ജെയിംസ് ബോബിനെ തിരയുന്നത്. കാരണം തൻ്റെ എല്ലാമാണ് ബോബെന്ന് ജെയിംസിന് അറിയാമായിരുന്നു. അങ്ങനെ അവൻ സങ്കടം കൊണ്ട് വാലിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. വാൽ പറയുന്നു, നീ സങ്കടം കൊണ്ട് നീ ലഹരിയൊന്നും വീണ്ടും തുടരരുത്. അവനൊരു പൂച്ചയാണ്. ബോബിന് എന്ത് ചെയ്യണമെന്ന് അവന് നന്നായി അറിയാം. അവൻ നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ തിരികെ നിൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറയുന്നു. അങ്ങനെ ബോബില്ലാതെ വീട്ടിൽ ഏറെ സങ്കടത്തോടെ കഴിയുകയാണ് നായകനായ ജെയിംസ്. എന്നാൽ ഇതിനിടെ മറ്റൊരിടത്ത് മാധ്യമപ്രവർത്തകർ നമ്മുടെ ബോബിൻ്റെയും ജെയിംസിൻ്റെയും കാര്യം ചർച്ച ചെയ്യുകയാണ്. അവർ പത്രത്തിൽ ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. അവരെക്കുറിച്ച് എനിക്കറിയാമെന്നും അവരുടെ ഷോ ഇടയ്ക്ക് കാണാറുണ്ടെന്നും അവൾ പറയുന്നു. എന്നാൽ യൂട്യൂബ് നിറയെ അവരാണെന്നും അവരെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും വലിയ മതിപ്പാണെന്നും മറ്റൊരു പെൺ പറയുന്നു. അങ്ങനെ നമ്മുടെ ജെയിംസിൻ്റെ കാത്തിരിപ്പ് അവസാനിച്ചു. ജെയിംസ് റൂമിൽ നിന്നെന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബോബ് അവിടെ മിണ്ടാതെ നിൽക്കുന്നു. നീ ഇത്രയും നേരം എവിടെയായിരുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജെയിംസ് ബോബിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അങ്ങനെ ജെയിംസ് സന്തോഷത്തോടെ ബോബിനെ കെട്ടിപ്പിടിക്കുന്നു. ബോബിനെ കിട്ടിയതിൻ്റെയും അവധി കഴിഞ്ഞതിൻ്റെയും എല്ലാം ആഘോഷത്തോടെ വാലിനെ കാണാൻ നമ്മുടെ നായകനായ ജെയിംസ് പോവുകയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞ ആ വലിയ ടാസ്ക് ഏറ്റെടുക്കാൻ പോവുകയാണ്. അതായത് മെത്തഡോണെല്ലാം മരുന്നെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ലഹരിയിൽ നിന്ന് പൂർണ്ണമുക്തനാകാനുള്ള ആ ടാസ്ക് ചെയ്യാൻ പോവുകയാണെന്ന് നായകനായ ജെയിംസ് പറയുന്നു. അത് നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ, നിൻ്റെ ഒപ്പം ആരെങ്കിലും വേണമെന്നൊക്കെ വാൽ പറയുന്നുണ്ട്. എൻ്റെ ഒപ്പം എന്തിനാ ഇനി ആൾ, എൻ്റെ ഒപ്പം ബോബുണ്ടല്ലോ എന്ന് അവൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു. വീണ്ടും വാൽ പറയുന്നു, നിനക്കുറങ്ങുമ്പോൾ പോലും നിൻ്റെ കാൽ നിലത്തിരിക്കില്ല. ഈ ഒരാഴ്ചയിലെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും നീ പിടിച്ചു നിൽക്കേണ്ടി വരും. എനിക്ക് മെത്തഡോണിൽ നിന്നും എൻ്റെ ലഹരിയിൽ നിന്നെല്ലാം മുക്തമായി ക്ലീൻ ആവണം. അതിന് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ജെയിംസ് പറയുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ജെയിംസ് നേരെ എത്തിയത് നമ്മുടെ ബെറ്റിയുടെ വീടിന് മുന്നിലാണ്. എന്നിട്ട് ബെറ്റിയോട് പറയുന്നു, നീ എന്നോട് മിണ്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാഴ്ച എന്നെ പുറത്തേക്കൊന്നും കാണില്ല. ഞാൻ ആ വലിയ ടാസ്ക് ഏറ്റെടുക്കാൻ പോവുകയാണ്. നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അടുത്ത ആളെന്ന രീതിയിൽ നിന്നോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്.
ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നാൽ നമുക്ക് വീണ്ടും കാണാമെന്ന് നമ്മുടെ ബെറ്റിയോട് ജെയിംസ് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ബെറ്റി ജെയിംസിനെ വീടിനകത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യൂ. നിനക്കുള്ള ഭക്ഷണം നീ പുറത്ത് പോയി കഴിക്കേണ്ട. അപ്പോൾ നിനക്ക് ലഹരി കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലാകും. അതുകൊണ്ട് ഭക്ഷണം എല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഈ അവസ്ഥയിൽ നീ എന്നെ കാണരുതെന്നും എൻ്റെ ഒപ്പം ബോബുണ്ടല്ലോ എന്നും ജെയിംസ് തിരിച്ചു പറയുകയാണ്. 100 പനിയോളം ശക്തിയുള്ള വലിയ വേദനയുള്ള ആ ടാസ്കിലേക്ക് അങ്ങനെ നമ്മുടെ നായകനായ ജെയിംസ് കടക്കുകയാണ്. ലഹരിയെയും അതിനുപയോഗിക്കുന്ന മരുന്നായ മെത്തഡോണിനെയും മറികടന്ന് ഒരു പുതിയ ജീവിതത്തിലേക്കെത്താൻ ഈ ടാസ്ക് അനിവാര്യമാണ്. അങ്ങനെ ശക്തമായ വേദന കൊണ്ട് ജെയിംസ് പുളയുന്നത് കാണാം. ഇത് കണ്ടെല്ലാം ഭയന്നു നിൽക്കുന്ന ബോബിനെയും കാണാം. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും തൻ്റെ വേദനയും വർദ്ധിച്ചു വരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജെയിംസിന് മനസ്സിലാകുന്നില്ല. വലിയ വേദനയോടെയാണ് ജെയിംസ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടാസ്കിൻ്റെ അവസാന ദിവസവും ജെയിംസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ണാടിയിൽ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ആ വലിയ വേദനയുള്ള ആ ടാസ്കിനെ എന്നേക്കുമായി തോൽപ്പിച്ചുകൊണ്ട് ജെയിംസ് പൂർണ്ണ ഫിറ്റായിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ജെയിംസ് ആദ്യം കാണുന്നത് നമ്മുടെ വാലിനെയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം നിങ്ങളാണ് കാരണം. ഞാൻ ഒരു വലിയ നന്ദി പറയുകയാണ്. വാൽ പറയുന്നു, നീ ഒന്ന് എൻ്റെ അടുത്തേക്ക് വാ. എന്നിട്ട് വാൽ ജെയിംസിനെ കെട്ടിപ്പിടിക്കുന്നത് കാണാം. കാരണം ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് കേസിൽ നിന്നാണ് ജെയിംസ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വാൽ പോകുന്നത് ബെറ്റിയുടെ അടുത്തേക്കാണ്. ബെറ്റിയുടെ വീടിന് മുന്നിലൂടെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റുന്നത് കാണാം. ജെയിംസിനെ കണ്ട് അമ്പരന്ന് നോക്കുന്ന ബെറ്റിയെ കാണാം. എടാ, നീ ആളാകെ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ജെയിംസിനെ കെട്ടിപ്പിടിക്കുന്ന ബെറ്റിയെ കാണാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണെന്നും ഇവിടെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നുമൊക്കെ നമ്മുടെ ബെറ്റി ജെയിംസിനോട് പറയുന്നു. നമ്മുടെ ജെയിംസിന് ബെറ്റി ഒരു സമ്മാനവും നൽകുന്നു. ഇതിൽ തൻ്റെ ഫോൺ നമ്പർ ഉണ്ടെന്നും എപ്പോഴും തന്നെ വിളിക്കാമെന്നും ബെറ്റി ജെയിംസിനോട് പറയുന്നു. അവിടുന്ന് പോകുന്ന ബെറ്റി നേരെ ഒരു ബുക്ക് സ്റ്റാൾ പബ്ലിഷറുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെയുള്ള പ്രവർത്തകർ അവരോട് പറയുന്നു, ജെയിംസ്, നിന്നെ കേൾക്കാൻ ഒരുപാട് പേർ ലോകത്തുണ്ട്. നിൻ്റെ വീഡിയോകളും ആർട്ടിക്കിളുമാണ് എല്ലാവരുടെ അടുത്തും. അതുകൊണ്ട് നീ ഒരു ബുക്ക് എഴുതിക്കോ, അത് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്നു. നീ എഴുതിയൊന്ന് തന്നാൽ മതി, ഞങ്ങളത് പബ്ലിഷ് ചെയ്തോളാമെന്ന് അവർ പറയുന്നു. പിന്നെ ജെയിംസ് നേരെ പോകുന്നത് പിതാവിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പിതാവിനോട് പറയുന്നു, ഞാൻ കംപ്ലീറ്റ്ലി ക്ലീനായി അച്ഛ. ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അച്ഛൻ തിരിച്ചു പറയുന്നു, ഞാൻ നിന്നോടാണ് മോനെ ക്ഷമ ചോദിക്കേണ്ടത്. കാരണം നിൻ്റെ ഫോട്ടോയും നിന്നെയും ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അന്ന് അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയിട്ട് പോലുമില്ലെന്ന് അച്ഛൻ പറയുന്നു. അങ്ങനെ തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് പുസ്തകം എഴുതാൻ തയ്യാറാകുന്ന നമ്മുടെ ജെയിംസിനെ കാണാം. എല്ലാം ക്ലീനായി വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഓരോ പേജുകളും എഴുതി തീർക്കുകയാണ് അദ്ദേഹം. തെറ്റുന്ന പേജുകളെല്ലാം ബോബിന് നേരെ വലിച്ചെറിഞ്ഞ് ബോബിനോട് തമാശ പറയുന്ന ജെയിംസിനെ കാണാം. അങ്ങനെ നമ്മുടെ നായകനായ ജെയിംസിൻ്റെ ആ വിജയത്തിൻ്റെ ദിവസമെത്തി. എ സ്ട്രീറ്റ് ക്യാറ്റ് നെയ്മഡ് ബോബി എന്ന ലോകപ്രശസ്തമായ പുസ്തകം അദ്ദേഹം എഴുതുകയാണ്. അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ജെയിംസിനെയും ബോബിനെയും കാത്തിരിക്കുന്നത്. ഈ ബുക്കിൻ്റെ ലോഞ്ചിങ്ങിന് സർപ്രൈസ് ആയിക്കൊണ്ട് നമ്മുടെ ബെറ്റിയും അവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ട ജെയിംസും സർപ്രൈസ്ഡ് ആവുന്നു. തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഇരുന്നു കൊണ്ട് നായകനായ ജെയിംസ് ആ ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ്. അങ്ങനെ അവിടെയുള്ളവരുടെ എല്ലാവരുടെയും കയ്യൊച്ചകൾ കേൾക്കാം. ജെയിംസ് പറയുന്നു, ഒരു കിടക്കാൻ പോലും സ്ഥലമില്ലാത്തിടത്തു നിന്നാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇതിന് പിന്നിൽ എന്നെ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ സിനിമയാക്കിയതാണ്. നമ്മുടെ സിനിമാ കഥകൾ ഇഷ്ടമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിനിമാ കഥകളുമായി നമുക്കിനിയും കാണാം. ഗുഡ് ബൈ.